എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ബോൺ ബേബിന്റെ അളവില് ഒരു കുർത്തയാണ്. ബോയ് ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുർത്തയാണ്. തംബ്നെയിലിൽ കാണുന്ന ഫോട്ടോ ആണ് എനിക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് അയച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കുർത്തയിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലാണ് ഓപ്പണിംഗ്, ഒപ്പം കോളറും കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കുർത്തന്റെ പ്രത്യേകത. അപ്പൊ ഞാനൊരു 0 to 3 month ഉള്ള ഒരു ബേബിന്റെ അളവിലാണ്, അതായത് ന്യൂ ബോൺ ടു 3 month ഉള്ള ബേബിന്റെ അളവിലാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടീന്റെ അളവെടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. പ്രത്യേകിച്ച് ന്യൂ ബോൺ ബേബീസിന്റെ അളവുകളൊക്കെ എപ്പോഴും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല, എല്ലാവരും ഒരേ സൈസ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് 1/2 മീറ്റർ ക്ലോത്ത് മതിയാവും. അപ്പൊ ഞാൻ നേരത്തെ ഒരു ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞതിന്റെ ബാലൻസ് ക്ലോത്ത് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1/2 മീറ്റർ ഇല്ല. കോട്ടൺ സിൽക്കിന്റെ മെറ്റീരിയലും അതിലേക്കുള്ള ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് 4 ആക്കി മടക്കിയിടാം. അപ്പൊ നമ്മൾ ചെറിയൊരു കുട്ടീന്റെ, ഒരു 3 മാസമുള്ള കുട്ടീന്റെ അളവ് വരെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കുട്ടീന്റെ അളവ് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ 6 മാസമാണെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടീന്റെ അളവിലേക്ക് ഇത് കൺവേർട്ട് ചെയ്താൽ മതി. മെത്തേഡ് സെയിം ആയിരിക്കും കേട്ടോ. നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഫോട്ടോയിൽ ഒത്തിരി ലെങ്ത് ഉള്ള മോഡലുള്ള കുർത്തി അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓവർ ലെങ്ത് കൊടുക്കുന്നില്ല. ഒരു 13 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയെടുക്കുന്നുണ്ട്. അതായത് മുകളിൽ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനും താഴെ മടക്കി തയ്ക്കാനും 1 ഇഞ്ചുമായിട്ട് 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 14.5 ഇഞ്ചിൽ ഇതേപോലെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസാണ്. എന്നിട്ട് അതിനൊന്നും കൂടി മടക്കിയിട്ട് 4 ആക്കി ഇട്ടിട്ടുണ്ട്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ക്ലോത്ത് 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് ഷോൾഡർ ഉണ്ടാവുക. അതിന്റെ കൂടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 3.5 ഇഞ്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കോളർ ചെയ്യുന്നത് കൊണ്ടാണ് 1/2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുന്നത്. നിങ്ങൾ ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1/2-ന് പകരം 1 ഇഞ്ച് വരെ കൂട്ടിയെടുക്കാം. എന്നിട്ട് ഷോൾഡർ ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് ഇട്ട് നോക്കിയിട്ട് എക്സ്ട്രാ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ശേഷം ഇത് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ പോലെ എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ, അതിന്റെ കൂടെ ഓൾറെഡി നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കും. അതിന്റെ കൂടെ അഗെയിൻ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡറിനും കൂടി വേണ്ടിയിട്ട് എടുക്കുക. അങ്ങനെ ഞാനിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് നേരെ താഴോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മൾ കോളർ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. അതേപോലെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് ആം ഹോൾ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ എൽ ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 4.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിന്റെ കൂടെ 1 ഇഞ്ചാണ് ഞാൻ സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഒന്നാമത് എന്റെ കയ്യിൽ ക്ലോത്ത് ഇല്ലായിരുന്നു. രണ്ടാമത് ചെറിയ കുട്ടി ആവുന്ന സമയത്ത് നമ്മൾ എത്രയെങ്കിലും സീം അലവൻസ് കൂടുതൽ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം എന്തായാലും പെട്ടെന്നാണ് ഈ ഒരു പ്രായത്തിലുള്ള മക്കൾ വലിപ്പം വെക്കുക. അപ്പൊ പിന്നീട് നമുക്ക് എന്തായാലും ഈ ഒരു ഡ്രസ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സീം അലവൻസ്, അതായത് ഒരു 2 ഇഞ്ചൊക്കെ സീം അലവൻസ് കൊടുക്കുന്ന സമയത്ത് ആ ആം ഹോളിന്റെ ഭാഗത്ത് അത്രയും ക്ലോത്ത് നിൽക്കുമ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് കഴിയുന്നത് 1 ഇഞ്ച്, മാക്സിമം പോയ 1.5 ഇഞ്ചൊക്കെ സീം അലവൻസ് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആം ഹോൾ കുഴിച്ചു വരയ്ക്കാം. നമ്മൾ ഒറ്റ ആം ഹോളെ വരയ്ക്കുന്നുള്ളൂ. ഒന്നാമത് സ്ലീവ്ലെസ് ആണ്, അതുകൊണ്ട് ഒറ്റ ആം ഹോളെ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതേപോലെ ഞാൻ ആം ഹോൾ ഒന്ന് കുഴിച്ചു വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ചെറിയ കുട്ടി ആയതുകൊണ്ട് 1.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തത്. നിങ്ങളുടെ കുട്ടി കുറച്ച് വണ്ണം ഉള്ളവരാണ്, അതായത് കഴുത്തിന്റെ ഭാഗം കുറച്ച് വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.25 വരെ മാർക്ക് ചെയ്യാം കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് നമ്മൾ നേരത്തെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത പോയിന്റും തമ്മിൽ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സാധാരണ നമ്മളൊരു ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യും, ഹിപ്പ് വിഡ്ത്ത് മാർക്ക് ചെയ്യും, അങ്ങനെയാണ് നമ്മൾ പോവുക. പക്ഷേ ഈ ഒരു 6 മാസം വരെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ജനിച്ച ഉടനെ ഉള്ള കുട്ടികൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും, അവർക്ക് കുറച്ച് വയറുണ്ടാവും. പിന്നെ അവർ മറിഞ്ഞു കിടക്കുമ്പോൾ, അതായത് ഇങ്ങനെ കമന്ന് കിടന്ന് വരുമ്പോഴാണ് അവരുടെ ആ വയറിങ്ങനെ അറയിലൊക്കെ തട്ടി നിലത്തൊക്കെ തട്ടി അങ്ങനെയാണ് പിന്നെ ആ വയറ് കുറയുന്നത്. നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വേസ്റ്റിന്റെ ഭാഗത്ത് ഒരു ഷേപ്പ് ഒരിക്കലും കൊടുക്കണ്ട. ഒരു 6 മാസം വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഷേപ്പ് കൊടുക്കില്ല. അതിൽ കൂടുതൽ 7 മാസം 8 മാസം അല്ലെങ്കിൽ കമന്നൊക്കെ കടന്നിട്ടുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വയറൊക്കെ പോയതിനു ശേഷമാണ് നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഷേപ്പ് കൊടുക്കുക. അല്ലാണ്ട് ഒരിക്കലും ഷേപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഷേപ്പ് കൊടുത്താൽ കുട്ടിക്ക് അത് ടൈറ്റ് ആയിരിക്കും. കാരണം എന്തായാലും കുട്ടിക്ക് വയറുണ്ടാവും. പിന്നെ വന്ന് കടന്നു കഴിഞ്ഞാലാണ് ആ വയറ് പോവുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സിന് ഷേപ്പ് ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ അളവും അതിന്റെ കൂടെയുള്ള ആ സീം അലവൻസും അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയാണ്. 13 ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾക്കൊരു 9.5 ഇഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ലിറ്റ് കൊടുക്കാം. 9.5 എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുക കുറയ്ക്കാം. അത് നിങ്ങൾ എങ്ങനെയാണ് കുട്ടിക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പൊ ഈ ഒരു 9.5 ഇഞ്ചിൽ നമുക്കൊന്ന് സ്ലിറ്റ് കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ആ ചെസ്റ്റ് അളവ് അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അതും അതിന്റെ സീം അലവൻസും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. എവിടെയും ഷേപ്പ് ഒന്നും കൊടുത്തിട്ടില്ല.
നിങ്ങൾക്ക് ഈ ഒരു സ്ലിറ്റിന്റെ ഭാഗത്ത് കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്ത് കുറച്ചും കൂടി ലൂസ് കൊടുക്കാം. അതായത് ഉള്ളോട്ടേക്കല്ല, പുറമേക്ക് ലൂസ് കൊടുക്കണമെങ്കിൽ ലൂസ് കൊടുക്കാം. അല്ലാതെ വേറെ എവിടെയും ഷേപ്പ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഡോട്ട് ഇട്ട് കാണിച്ചു തരുന്നുണ്ട്. സാധാരണ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അതായത് വേസ്റ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു കർവ് പോലെ ഉണ്ടാവും. പക്ഷെ ഒരു 6 മാസം വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കുറച്ച് വയറുണ്ടാവും ആ കുട്ടികൾക്ക്. ഒരു 6 മാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഷേപ്പ് കൊടുക്കണ്ട. അതിന് ശേഷമുള്ള മക്കൾക്ക് മാത്രം ഷേപ്പ് കൊടുത്താൽ മതി കേട്ടോ. ഈ ക്ലോത്ത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ആ സ്ലിറ്റിന്റെ ഭാഗം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇതേപോലെ ചെറിയൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 2 പീസ് ഉണ്ട്. അതായത് ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും 2 പീസ് ആയിട്ടാണ് ഉള്ളത്. ആദ്യം നമുക്ക് ബാക്കിലേക്കുള്ള നെക്ക് കട്ട് ചെയ്യാം. ഞാനൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ റൗണ്ട് നെക്ക് വരച്ചിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു 1/2 മുതൽക്ക് 1 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം. അതായത് കുറച്ചൊന്ന് ആ കോളർ ലൂസ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം. ചെറിയ കുട്ടിയാണ്, കുറച്ച് ലൂസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അതല്ല 1/4 ഇഞ്ച് മാർക്ക് ചെയ്യണേ 1/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1ൽ കൂടുതൽ മാർക്ക് ചെയ്യരുത്, അപ്പൊ വല്ലാണ്ട് ലൂസായി പോകും കേട്ടോ. 1 ഇഞ്ച് വരെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതേപോലെ റൗണ്ട് നെക്ക് കട്ട് ചെയ്യുക, മാറ്റി വെക്കുക. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസ് എടുക്കാം. കോളർ ഇങ്ങനെ ടൈറ്റ് ആയിട്ട്, അതായത് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള കോളറാണ്. കറക്റ്റ് നമ്മുടെ ആ ഒരു നെക്കിന്റെ ഭാഗത്ത് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് പോലെയുള്ള കോളറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു 1.25 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. 1.25 ഇഞ്ച് നെക്കിന് ഇറക്കം മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ റൗണ്ട് നെക്ക് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഭാഗം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞിന് കഴുത്തിന്റെ ഭാഗത്ത് വണ്ണം കൂടുതൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ഇഞ്ച് വരെ ഇറക്കം മാർക്ക് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1.25 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കുട്ടീന്റെ മേലെ ഒന്ന് വെച്ച് നോക്കുക. കുട്ടീന്റെ നെക്കിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കയറിയിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ആ കുട്ടിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ഒരു രീതി വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് കറക്റ്റ് ഇത്രയായിരിക്കും അളവ് എന്ന് നമുക്ക് പറഞ്ഞുതരാൻ പറ്റാത്തത്. കാരണം ഓരോ മക്കളും ഓരോ പോലെയല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് വെച്ച് നോക്കുക. ഓവർ നെക്കിന്റെ മുകളിലേക്കാണ് കയറി നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കുട്ടിക്ക് ഫ്രീ ആയിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് ആ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടിലെ പീസ് എടുക്കുക. ഫ്രണ്ടിലെ പീസ് എടുത്തിട്ട് റൈറ്റ് സൈഡിലാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് നിവർത്തി വെക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഷോൾഡറിന്റെ പകുതി മാർക്ക് ചെയ്യുക. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇതേപോലെ ടേപ്പ് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പകുതി കിട്ടും. ആ കറക്റ്റ് പകുതി മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക, താഴെ വരെ. വളഞ്ഞൊന്നും പോകരുത്, കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് അത് പ്രകാരം ഒന്ന് കട്ട് ചെയ്യുക. സെയിം ഇതേ അളവിൽ തന്നെ നമ്മൾ നല്ല ക്ലോത്തും കൂടി കട്ട് ചെയ്യുക. ബാക്കിലേക്ക് ഒരു പീസും ഫ്രണ്ടിലേക്ക് ഇതേപോലെ 2 പീസുമാണ് ഉണ്ടാവുക. അതേപോലെ മെയിൻ ക്ലോത്തും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇതേപോലെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ക്ലോത്തിന്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ആം ഹോളിന്റെ ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാരണം നമ്മൾ പിന്നീട് കോളറൊക്കെ വെക്കുന്ന സമയത്ത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ റാൻഡം ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറയുന്നത്. ഫ്രണ്ടിലെ പീസ് വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈനിങ് വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. റൈറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് വരേണ്ടത്. അപ്പൊ ആ റൈറ്റ് സൈഡിൽ ഓപ്പണിംഗ് വരുന്ന ഭാഗം നോക്കിയിട്ട് വേണം നിങ്ങൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ലൈനിങ് ആണ് കറക്റ്റ് അളവ്. ആ അളവിലേക്ക് നമുക്ക് മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ടിലുള്ള ഈ ഓപ്പണിംഗ് ഒന്ന് നമുക്ക് പട്ടി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഇഞ്ച് വിടുത്തുള്ള ഒരു പീസും 2 ഇഞ്ച് വിടുത്തുള്ള ഒരു പീസും എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ആ വലിയ പീസ്, അതായത് വിടുത്ത് കൂടുതലുള്ള പീസിലാണ് നമ്മളിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുന്നത്. വിടുത്ത് കുറവുള്ള പീസ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പം വിടുത്ത് കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് വിടുത്തുള്ള പീസും വിടുത്ത് കുറവുള്ള പീസിന്റെ മുകളിൽ 3 ഇഞ്ച് വിടുത്തുള്ള പീസുമാണ് വെക്കുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വെക്കുന്നുണ്ട്. 2 ഇഞ്ച് വിടുത്തുള്ള പീസ് ഇതേപോലെ നല്ല വശത്തിന്റെ മുകളിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 3 ഇഞ്ച് വിടുത്തുള്ള പീസ് ചീത്ത വശത്ത് വെച്ചിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കിയിട്ട് ഈ നമ്മൾ ചെയ്തിട്ടുള്ള ഈ സ്റ്റിച്ചിന്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതായത് നമുക്ക് പുറമേക്ക് വിസിബിൾ ആവുന്ന രീതിയിൽ വേണം ഈ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 2 ഇഞ്ച് വിടുത്തുള്ള പീസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അത് പുറമേക്ക് വിസിബിൾ അല്ലാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കിയാൽ മതി. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം മുകളിൽ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലോത്ത് കട്ട് ചെയ്യുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷോൾഡർ സ്ലോപ്പിന്റെ ആ ഒരു ഷേപ്പ് അതേപോലെ കിട്ടണം. അതുകൊണ്ടാണ് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കുർത്തന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് വരാം. എങ്ങനെയാണ് സൈഡ് ഓപ്പൺ വരുന്ന കുർത്തയില്
റൗണ്ട് കോളർ വെക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കപ്പോൾ മെഷീനിൽ തന്നെ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. ബാക്ക് പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ ആദ്യം ഫുള്ളായിട്ടുള്ള ഷോൾഡർ ഉണ്ടല്ലോ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം നമ്മൾ സെന്റർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വിഡ്ത്ത് കൂടുതലുള്ള പീസിന്റെ ഷോൾഡറിന്റെ ഭാഗം ഒഴിവാക്കിയിട്ട് എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിലും സ്ക്രീനിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് ആ പീസ് വെച്ചിട്ട് നമ്മളൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം എപ്പോഴും ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത്. ഇനി ഇതേപോലെ നമുക്ക് 1 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ പീസ് മതി. ഈ ഓപ്പൺ ചെയ്യുന്ന പീസിന്റെ ഷോൾഡർ നമ്മൾ എവിടെയും ജോയിൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ നൂല് വലിയ, അപ്പൊ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു പീസ്. അപ്പൊ അതിനെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ എന്ത് ചെയ്യുക, 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നിവർത്തിയിട്ട് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം, ആ ഒരു നെക്കിന്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും. ഇപ്പൊ എടുത്ത പോലെ തന്നെ നമുക്ക് 1 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പീസും കൂടി വേണം. അതിന് ഇതേപോലെ തന്നെ രണ്ടാക്കി മടക്കി കൊടുക്കുക. എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഷോൾഡർ കുറച്ച് ഭാഗം മാത്രം ജോയിൻ ചെയ്ത ഭാഗമുണ്ട്. അപ്പൊ അവിടെ ബാക്കി ഭാഗത്ത് ഇതേപോലെ നൂല് വലിയുന്ന പോലെ ഉണ്ടാവും. അപ്പൊ ആ ഭാഗം കൂടി നമുക്കൊന്ന് ഹൈഡ് ചെയ്യണം. അത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അതിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ഈ പീസ്, അതായത് മടക്കിയിട്ടുള്ള പീസ് വെച്ച് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസ് ബാക്ക് ഭാഗത്തേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഒന്നും കൂടി അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഓപ്പോസിറ്റ് ഉള്ള ഷോൾഡറിന്റെ ഭാഗത്തുള്ള തയ്യൽ തുമ്പും ബാക്ക് പീസിന്റെ ഭാഗത്തേക്ക് ഹൈഡ് ചെയ്തിട്ട് അവിടെയും സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമുക്കിതിൽ കോളറിന്റെ വിഡ്ത്ത് എത്രയാന്നുള്ളത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ടേപ്പ് ഇതേപോലെ ആ ഒരു കോളർ റൗണ്ട് എത്രയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയിട്ടൊന്ന് അളന്നെടുക്കുക. അളന്നെടുക്കുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് അളവെടുക്കുക. അപ്പൊ നമുക്ക് ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഓൾറെഡി നമ്മൾ 1/2 ഇഞ്ചിലാണല്ലോ തയ്ക്കുക. അപ്പൊ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ്, ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഗ്യാപ്പ് വിട്ടിട്ടും കൂടി ഇതേപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് ഇതേപോലെ പിടിച്ചടക്കുകയാണെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് 10 ഇഞ്ചാണ് കിട്ടുന്നത്. ഞാൻ ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ള ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ രണ്ടാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നേരെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നേരെ മുകളിലേക്ക് ഒരു 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ 2 ഇഞ്ചിൽ നിന്ന് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ ഒരു ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. വരച്ചിട്ടുള്ള ലൈനിന് നേരെ താഴോട്ടേക്ക് 1 ഇഞ്ച് വെച്ച് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് അതും കൂടി ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. താഴെ ഇരിക്കുന്നതാണ് നമ്മുടെ കറക്റ്റ് അളവ്. അപ്പൊ അതുകൊണ്ട് മുകളിൽ ഇരിക്കുന്ന പീസ് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ചരിച്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഏത് ക്ലോത്തിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോത്തിന്റെ ചീത്ത ഭാഗത്ത് ഈ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അതായത് നമ്മൾ മുകൾ ഭാഗം കർവ് ചെയ്തിട്ടുണ്ട്, താഴ്ഭാഗമാണ് നമ്മുടെ കറക്റ്റ് അളവ് എന്ന് പറഞ്ഞു. ഈ താഴ്ഭാഗത്ത് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 1/4 ഇഞ്ചുള്ള ക്ലോത്ത് ഉള്ളോട്ടേക്ക് മടക്കിയിട്ടൊന്ന് തട്ടത്തു കൂടെ, അതായത് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണമെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഇതേപോലെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലോത്തിന്റെ എക്സ്ട്രാ ഉള്ള പീസ് ഉള്ളോട്ടേക്ക് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇത്ര വിടുത്തുള്ള പീസ് അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പീസ് താഴെ വെച്ചു കൊടുത്താലും മതി. രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ കർവ് ചെയ്ത് വരച്ചിട്ടുള്ള ഭാഗം വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യുക. രണ്ട് സൈഡിലും കർവ് ചെയ്തിട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ. രണ്ട് പീസും കൂടി ഒന്നിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ക്ലോത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനൊന്ന് മറിച്ചെടുക്കാം. ശ്രദ്ധിക്കുക കേട്ടോ, കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്യാൻവാസ് പേപ്പർ നല്ല ഭാഗമാണ്, അതായത് ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ചിട്ടുള്ള ആ ഭാഗമല്ല, ക്ലോത്തിന്റെ നല്ല ഭാഗം. ആ നല്ല ഭാഗം ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആ ഭാഗത്ത് താഴെ ഇരിക്കുന്ന പീസ് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടാവും. അപ്പൊ ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കറക്റ്റ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ആ അടയാളപ്പെടുത്തിയിട്ടുള്ള ലൈനിന്റെ മുകളിൽ നമ്മളിപ്പോ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പീസിന്റെ നല്ല വശം വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, റൗണ്ട് കോളർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചുളിവുകൾ വീഴാൻ ഒരുപാട് സാധ്യതയുണ്ട്. ചുളിവുകളൊന്നും ഇല്ലാണ്ട് മെല്ലെ പതിയെ സമയം എടുത്തിട്ട് ആ ഒരു ഷേപ്പ് അതേപോലെ ചുളിവുകൾ ഇല്ലാണ്ട് ഒരറ്റത്തുനിന്ന് അടുത്ത അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ എടുക്കുന്ന അളവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വരും. നമ്മൾ വലിച്ചു പിടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആയിട്ട് വരും. അതുകൊണ്ട് എടുക്കുന്ന അളവ് കറക്റ്റ് ആണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ വെച്ചു കൊടുക്കുക.
നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. കാരണം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ 2 സൈഡ് കർവ് ചെയ്തിട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ ഈ എൻഡിന്ന് കറക്റ്റ് ആ കർവ് ചെയ്തിട്ടുള്ള ഭാഗത്തേക്ക് ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇത് മറിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് ആയിട്ട് വരും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മൾ നേരത്തെ ഈ ഒരു ഹൂക്ക് കൊടുക്കുന്ന ഭാഗം ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാഗത്തിന്റെ അവിടെ ഒരു പട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പട്ടിക്ക് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു കോളറിന്റെ ഇത് വന്നിട്ട് നിൽക്കും. സെയിം അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുക. ഇതേപോലെ വളച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക. എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ ആ ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം ഈ തയ്യൽ തുമ്പൊക്കെ ഈ ഒരു മറിച്ചെടുത്തതിന് ശേഷം തയ്യൽ തുമ്പൊക്കെ നമ്മുടെ ഈ ഒരു കോളറിന്റെ ഉള്ളിൽ ഹൈഡ് ചെയ്യുന്ന രീതിയിലാക്കുക. എന്നിട്ട് നേരെ നമ്മുടെ ഈ കോളർ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നേരത്തെ കൊടുത്തിട്ടുള്ള ആ സ്റ്റിച്ചിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കുക. അതിനുശേഷം മുകൾ ഭാഗം കൂടി നിങ്ങൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. സൈഡ് ഓപ്പൺ ആയിട്ടുള്ള കോളർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 ഹൂക്ക് കൊടുക്കാം. അങ്ങനെ ബട്ടൺ പ്രസ് ചെയ്യുന്ന ബട്ടൺ പോലുള്ള ഹൂക്ക് ഉണ്ടാവുമല്ലോ, കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ഉണ്ടാവുന്ന അങ്ങനത്തെ ഹൂക്ക് 2 ഇവിടെ കൊടുത്തെടുക്കുക. സൈഡിൽ നിങ്ങൾക്ക് ഷർട്ടിലൊക്കെ കൊടുക്കുന്ന പോലെ ബട്ടൺ കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി അതല്ല ഹൂക്ക് ഉള്ളിൽ കൊടുത്തിട്ട് മുകളിൽ ഷോ ബട്ടൺ കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെയാന്ന് വെച്ചാൽ കൊടുക്കാം. മുകളിൽ ഇതേപോലെ 2 ഹൂക്ക് ഒന്ന് കൊടുത്തെടുക്കുക. അപ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് അവിടെ പ്രസ് ചെയ്ത് നിൽക്കുമ്പോൾ ആ കോളർ കറക്റ്റ് ആയിട്ട് നിൽക്കുക. ഇനി നമുക്ക് ഇതിന്റെ സ്ലീവിലേക്ക് വരാം. ഞാൻ ഇതേപോലെ 1.5 ഇഞ്ച് വിടുത്തുള്ള ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ മടക്കി കൊടുത്തിട്ട് സ്ലീവിന്റെ ഭാഗം ഇതേപോലെ ഒന്ന് എങ്ങനെയാണോ സ്ലീവിന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചടിക്കുക. 2 ഭാഗവും ഇതേപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം കുട്ടീന്റെ അളവ് പ്രകാരം, അതായത് ഷേപ്പ് ഉണ്ടാവില്ല, ഓൾറെഡി നമ്മൾ ഷേപ്പ് ഇല്ലാണ്ടാണ് കട്ട് ചെയ്തത്. അപ്പൊ എങ്ങനെയാണോ അളവ് പ്രകാരം എന്ന് വെച്ചാൽ അളവ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലിറ്റ് അടിക്കുക, താഴ്ഭാഗം മടക്കി തയ്ക്കുക. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുനോക്കാം. ഞാൻ ഇതേപോലെ സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, സ്ലിറ്റ് അടിച്ചിട്ടുണ്ട്, താഴ്ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ ബട്ടൺ ഒന്നും കൊടുത്തെടുത്തിട്ടില്ല, തുന്നി എടുക്കാനുള്ള മടി കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ ഒക്കെ കൊടുത്തെടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആ കോളർ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് 2 പ്രസ് ചെയ്യുന്ന ടൈപ്പുള്ള ബട്ടൺ നിർബന്ധമായിട്ടും കൊടുക്കുക. എന്നാൽ മാത്രമേ ആ കോളർ കറക്റ്റ് ആയിട്ട് അവിടെ വന്ന് നിൽക്കുള്ളൂ. ബാക്കി താഴോട്ടേക്ക് നിങ്ങൾക്ക് ഷർട്ടിൽ കൊടുക്കുന്ന പോലെ ബട്ടൺ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഊക്ക് കൊടുത്തിട്ട് ഷോ ബട്ടൺ കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ, അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് കൊടുത്തെടുക്കാം. ഈ ഒരു മെത്തേഡ് അതേപോലെ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ കുട്ടീന്റെ അളവിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള കുർത്ത ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.